ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റിനെ കുറിച്ചിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. വളരെ മനോഹരമായിട്ടുള്ള മഞ്ഞ പൂക്കൾ തരുന്നൊരു ചെടിയാണ് കേട്ടോ. അത് ഒരുപാട് പേരുകളുണ്ട്. മെയ്ഡൻസ് ജെലസി, ഓസ്ട്രേലിയ ഗോൾഡ് വൈൻ, ഷാർസ് ഓഫ് ഗോൾഡ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. 2 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാൽഫീമിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ചെടി. ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതേപോലത്തെ ലീഫും ഇതേപോലത്തെ പൂക്കളൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു സെയിം ഫാമിലിയാണ്. അതെനിക്ക് അത്ര ഷുവർ അല്ല. 2 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഞാൻ ചട്ടിയിലായിരുന്നു അത് നട്ടിട്ടുള്ളത്. ഇതൊരു ക്ലൈംബിംഗ് ആണ്. ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ ക്ലസ്റ്ററായിട്ട് പൂക്കൾ തരും. അതും ക്ലസ്റ്ററായിട്ട് പൂക്കൾ തരുന്നുണ്ട്. പക്ഷേ അതൊരു മരം പോലെയാണ്. അതായത് ഞാൻ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഒരു ഓൾമോസ്റ്റ് ഒരു ട്രീ ടൈപ്പാണ് ആ ഒരു ചെടി. പക്ഷേ ഇതൊരു ഇങ്ങനെ ഒരു വൈനിങ് ടൈപ്പാണ്. ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോയിട്ട് ഇതിപ്പോൾ ഞങ്ങളെ തൂണ് എൻ്റെ ഒരു തെച്ചി ഉണ്ടല്ലോ, തെച്ചീൻ്റെ മരത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാൻ ഇത് നട്ടിട്ടുള്ളത്. തൂണിൻ്റെ മേലെ അവിടെ ഗേറ്റിൻ്റെ തൂണുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഇപ്പോൾ ഇത് പടർന്ന് പിടിച്ചിട്ടുള്ളത്. ഈ ഒരു കോർണറിൽ ഒരുപാട് ചെടികളുണ്ട്. ഞാൻ കുറേ മുമ്പേ നമ്മൾ ഗാർലിക് വൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തെച്ചിയുണ്ട്, പിന്നെ ഈ ഒരു ചെടിയുണ്ട്, പിന്നെ വേറൊരു ചെടിയും അതായത് മതിലിൻ്റെ മേലെ പറ്റി പിടിച്ച് പോകുന്ന ഒരു ചെടി കൂടി ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ചെടികളുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ ചെടി കിട്ടിയതിന് ശേഷം കിട്ടിയൊരു ചെടിയാണ്. 2 years തന്നെയായി. പൂക്കൾ അതായത് വള്ളി വീശി തുടങ്ങാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 months ആയിട്ടുള്ളൂ വള്ളി വീശി തുടങ്ങാൻ തുടങ്ങിയിട്ട്. അതിന് ശേഷം പൂക്കൾ തരാൻ തുടങ്ങി. ഇപ്പം ഇത്തവണ നിറയെ പൂക്കൾ കിട്ടി കേട്ടോ. കഴിഞ്ഞ തവണ ഇത്ര ഉണ്ടായിരുന്നില്ലേ പൂക്കൾ. പക്ഷെ ഇപ്പം ഒരുപാട് ടൈം എടുത്തു ഇതൊന്ന് വള്ളി വീശി തുടങ്ങാൻ വേണ്ടിയിട്ട്. അതെന്താ വെച്ചാൽ ഇത്രയും ഏറെ ചെടികൾ ഒരേ കോർണറിൽ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കണം അത് മെല്ലെ സ്ലോ ആയിട്ടത്. എന്താ വെച്ചാൽ അത്രയും ചെടികൾക്കുള്ള വളങ്ങളും കാര്യങ്ങളും അത് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ വന്നതിൻ്റെ ശേഷം നന്നായിട്ട് അത് ഗ്രോത്ത് കാണിച്ചു. അതുപോലെ തന്നെ പൂക്കളും തന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് മണ്ണിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. പിന്നെ ജൈവവളങ്ങൾ തന്നെയാണ് കൊടുക്കാറ്. വേറെ കെമിക്കലൊന്നും കൊടുക്കാറില്ല. എന്താ വെച്ചാൽ നമ്മൾ തെച്ചിക്ക് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനും കിട്ടും. എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ചെടികളുണ്ടല്ലോ. അപ്പോൾ കുറച്ചധികം കൊടുക്കുമ്പോൾ കുറച്ചധികം ഞാൻ കൊടുക്കാറുണ്ട്. എന്നിട്ട് നല്ലോണം നനച്ച് കൊടുക്കും. ഇപ്പം വേനൽ അതിനെ കൊണ്ട് നനയ്ക്കണം കേട്ടോ, നന്നായിട്ട് നനയ്ക്കണം. അല്ലെങ്കിൽ ഒരു വാട്ടം പോലെ ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 2-3 days ഒക്കെ വിട്ടുപോയാലും വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ വേനലായതുകൊണ്ട് നല്ലോണം വെള്ളം കൊടുത്താൽ അതിനനുസരിച്ച് പൂക്കൾ നമുക്ക് ഓരോരോ ശാഖകളിലും തരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ട്രിം ചെയ്ത് കൊടുത്താൽ, അതായത് പൂക്കൾ കഴിഞ്ഞ ആ ഒരു ശാഖ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ വീണ്ടും നമുക്ക് അത് തന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ ഇങ്ങനെ സ്ട്രിങ്സ് ആയിട്ട് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ അങ്ങനത്തെ രോഗശല്യം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. കീടങ്ങളെ ശല്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ മീലി ബഗ്സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നല്ല സൺലൈറ്റ് വേണം. നല്ലോണം ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുള്ളത്. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ വെച്ച ഇത്ര പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇത് ശരിക്കും എനിക്ക് തന്നത് മിനിയേച്ചയാണ് കേട്ടോ. മിനിയേച്ചി ഒരു ചെറിയ കഷ്ണം കമ്പ് എനിക്ക് തന്നതാണ്. അപ്പം അവരെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് പൂക്കൾ കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേപോലത്തെ വേറൊരു ചെടി എനിക്കും ഉണ്ട്. പക്ഷേ അതാ ഞാൻ പറഞ്ഞ ഗാൽഫീമിയ, അത് ഇങ്ങനെയല്ല ചട്ടിയിലാണ്. അപ്പോൾ ഇതൊരു ഇങ്ങനെ ക്ലൈംബിങ് ആയപ്പം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തോന്നി. അങ്ങനെ എനിക്കൊരു കഷ്ണം കമ്പ് തന്നായിരുന്നു ചേച്ചി. ശരിക്കും പറയാൻ വെച്ചാൽ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര അധികം പോസിറ്റീവ് എനർജിയാണ്. ഒരുപാട് പൂക്കൾ നമ്മളെ കണ്ണിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ അതൊരു കുറച്ച് നേരം അത് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഒരുപാട് പൂമ്പാറ്റകൾ വന്ന് തേൻ കുടിക്കുന്ന നമുക്കതിൽ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.